FCRA ബില്ലിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ക്രൈസ്തവ സഭകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണുള്ളത്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ കേന്ദ്രം ബില്ല് ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് നീക്കത്തിലേക്കായിരിക്കും കേന്ദ്രം കടക്കുക? ഉചിതമായ സമയത്ത് ചർച്ച നടക്കും എന്നൊക്കെയാണല്ലോ കിരൺ റിജിജു പറയുന്നത്. അമൃത ഗോകുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമായിരുന്നു FCRA ബില്ല് ചർച്ചയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നാലെ വലിയ പ്രതിഷേധം ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കൾ അടക്കം ഇടപെട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം FCRA ബില്ല് ചർച്ചയ്ക്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രതികരണം വരികയാണ്. ഈ ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല, ഉചിതമായ സമയത്ത് ഈ ബില്ല് കൊണ്ടുവരുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ എപ്പോഴാണ് ഉചിതമായ സമയമെന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ക്രൈസ്തവ സംഘടനകളടക്കം ആശങ്കയിൽ തുടരുന്നു. ഇനി ഈ ബില്ല് കേന്ദ്രം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ബില്ലിൽ കൊണ്ടുവരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈസ്തവ സംഘടനകൾ ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബില്ല് മാറ്റിവെച്ചതെന്ന കാര്യമാണ് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇന്നാണ് സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം. ഒരുപക്ഷെ അനിശ്ചിതകാലത്തേക്ക് ഇന്ന് സഭാ സമ്മേളനം പിരിയുന്നതിന് പകരം മറ്റൊരു ദിവസത്തേക്ക് ഈ സഭാ സമ്മേളനം മാറ്റിവെക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സഭ വീണ്ടും ചേരുമ്പോൾ ബില്ല് കൊണ്ടുവരാൻ തന്നെയായിരിക്കും കേന്ദ്രം ഒരു നീക്കം നടത്തുക. പക്ഷേ ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിയ ആശങ്കകൾ അത് മറികടക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കുമെന്ന് അടക്കമുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വിവിധ തലത്തിലുള്ള ഇടപെടലുകൾക്ക് CBC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ശ്രമം നടത്തുകയാണ്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം കാണുവാനുള്ള ശ്രമങ്ങളും ക്രൈസ്തവ സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ അത് പരിശോധിക്കണം എന്ന് തന്നെയാണ് CBC അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്ന കോൺഗ്രസ് MPമാരടക്കം ഉടൻ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയും പാർലമെന്റിലടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ ബില്ല് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്രം പോയത്. എന്തായാലും ബില്ലിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ആ ബില്ല് കേന്ദ്രം ചർച്ചയ്ക്ക് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വ്യവസ്ഥകളിലടക്കം എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ JPCക്കോ പാർലമെന്ററി സമിതിക്കോ ഈ ബില്ല് ചർച്ചയ്ക്ക് വിടുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സംഘടനകൾ വലിയ ആശങ്കയിൽ തുടരുന്നു. ഇനി എന്താണ്, അല്ലെങ്കിൽ ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ നീക്കം നടത്തുന്നത്. അമൃത ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.